സിനിമ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും നല്ലായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഓരോരോ പാട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തു. കഥയെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലിക്കും കുഞ്ഞു പിള്ളേർക്കും എല്ലാവർക്കും പറ്റിയൊരു പടം. സൂപ്പർ. നല്ല മൂവിയായിരുന്നു. കഥ നല്ലതായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ആസ്പെക്ട് ഉള്ള ഒരു മൂവി. ഇപ്പൊ എല്ലാവരും ബിഗിനേഴ്സാ, പക്ഷെ അതിൽ മൂവി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. ഇത് കുറച്ചൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റോറിയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ, ഫാമിലിയുടെ, സിസ്റ്റർ ബ്രദർ ബോണ്ട് എല്ലാം കണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അഖിൽമാരെ സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ടായില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പാട്ടുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഡാൻസും എനിക്ക് നന്നായിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. ബോറടിക്കില്ല. എല്ലാവരും കൂടി നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു ഫിലിമായിട്ട് എനിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിഷേക് ഞങ്ങൾ അവൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നൈസാണ്. അഭിഷേക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഭിഷേകിന്റെ പെർഫോമൻസ് ആണ്. പിന്നെ മാരാരും എല്ലാവരും നന്നായിട്ടുണ്ട്. അഖിലറിന്റെ ഫസ്റ്റ് കുഴപ്പമില്ല. പിന്നെ അഭി നന്നായിട്ടുണ്ടായിരുന്നു. മരാറ് ഇനിയും വരാനുണ്ട്. മരാറിന്റെ ആ ഒരു എന്താ പറയാ മുഴുവനായിട്ട് കാണും. കുഴപ്പമില്ല, എന്നാലും നല്ലതായിട്ടുണ്ട്. മരാറ് അഭിനയമൊക്കെ കുഴപ്പമില്ല. അഭി നമ്മുടെ സുഹൃത്ത് അഭിനയിച്ചൊരു മൂവി, അതുപോലെ തന്നെ ബാക്കി ബിഗ് ബോസിലെ സെറീന ആണെങ്കിലും അഖിൽ മരാറൊക്കെ ഉള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ എല്ലാവരെയും സ്ക്രീനിൽ കണ്ടതിൽ ഭയങ്കര സന്തോഷം. നല്ലതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബെറ്ററായി വരുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ സിനിമയാണ്. ഒരുപാട് സിനിമാ പ്രേമികൾ ഒരുമിച്ച് ചേർന്ന ഇവൻ ഡയറക്ഷൻ ആയിക്കോട്ടെ, സ്റ്റോറി റൈറ്റിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ, ആക്ടേഴ്സ് എല്ലാം ഒരു പുതിയൊരു പ്രോജക്റ്റാണ്. അപ്പം അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും എല്ലാം കാണും. ഐ എം നോട്ട് ടെല്ലിംഗ് ഇതൊരു ഭയങ്കര അടിപൊളി പടം അങ്ങനെയല്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്തല്ലോ. ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ചയിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം. കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇറ്റ്സ് വർത്ത് വാച്ച്. നിങ്ങളെല്ലാവരും പോയി ഒന്ന് കാണുക, മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. പുതിയ ആദ്യമായിട്ടായതുകൊണ്ട്, ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. അതൊക്കെ നോക്കി കണ്ട് ക്ഷമിച്ച് പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു. അഭിഷേക് ഉണ്ടായിരുന്നു, അഖിലുണ്ടായിരുന്നു, പിന്നെ ബിഗ് ബോസിലെ സെറീന ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അടിപൊളി. മൂവി എല്ലാവരും വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. അറിയപ്പെടുന്ന ഒരു ഫാഷൻ നിങ്ങളല്ലേ അത് പറയട്ടെ, ഞാനാണോ? എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ, നിങ്ങളുടേതാണ്. എല്ലാവരും സിനിമ കണ്ടിരുന്നോ? ഉണ്ട്. അതെ, അപ്പോൾ റോബിനേട്ടനും പറയും അല്ലേ, സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഒരുപാട് ഹാർഡ് വർക്കാണ്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി പുതിയതായിട്ടാണ് അഭിനയിച്ചതെന്നുള്ളത് ആരും കണ്ടാൽ പറയത്തില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പം എൻ്റെ 2 സിനിമയും കൂടി ഇറങ്ങാനുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളുടെ മുള്ളൻകൊല്ലി കാണുക. ഒരുപാട് എഫേർട്ടിൻ്റെ ഫലമാണ്. ഒരുപാട് ഞങ്ങളുടെ പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. നല്ലൊരു പെർഫോമൻസാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന കണ്ട ലാലേട്ടൻ സ്റ്റൈലാണ്. മാസം ക്ലാസ് പറയാൻ പറ്റില്ല, ലാഗില്ല, കണ്ടിരിക്കാം. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് വരുന്നുണ്ട്. കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ലോക അങ്ങനത്തെ മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുതുമുകളിൽ അവർ ജനായി ചെയ്തിട്ടുണ്ട്.